everyone, welcome back to my channel. So in today's video, we are going to have a super productive day. കുറേ കാര്യങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് ചെയ്തു തീർക്കാനൊക്കെ ഉണ്ടായിരുന്നു. പെൻഡിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ വീട്ടിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ, അത്ര തന്നെ. അപ്പോൾ ഓരോ ദിവസവും ഓരോ മടി പിടിച്ച കാരണമായിട്ടോ അല്ലെങ്കിൽ ബിസി ആയതുകൊണ്ടൊക്കെ ഇങ്ങനെ മാറിപ്പോയി. ബട്ട് ഇന്നെന്തായാലും അങ്ങനെ കുറച്ച് ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. So I am starting with the bedroom first because എനിക്കെപ്പോഴും ഒരു ഏരിയ ക്ലീൻ ആക്കിയതിന് ശേഷം മറ്റേ ഏരിയയിലേക്ക് പോകാനാണ് ഇഷ്ടം. അതല്ലാതെ കുറച്ച് ബെഡ്റൂം ചെയ്തിട്ട് ഓക്കെ ഇനി ബാക്കി കിച്ചണിൽ പോയിട്ട് ബാക്കി കിച്ചൺ ചെയ്തിട്ട് വരാം, എനിക്കത് തീരെ ഇഷ്ടമല്ല. ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നും. ഞാൻ ഇങ്ങനെ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു റൂം ഫിനിഷ് ആയതിന് ശേഷം മാത്രമേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ ആയിരിക്കൂലേ? മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും. ദെൻ ഐ ജസ്റ്റ് മൂവ് ഇറ്റ് ഹാൾ. എൻ്റെ ഹാള് ഭയങ്കര മിനിമലിസ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നോട്ട് ജസ്റ്റ് ദ വാൾ, ദ എൻ്റയർ ഹോം. കാരണം എനിക്കിങ്ങനെ ഒരുപാട് എക്സ്ട്രാ തിങ്സ് വീട്ടിൽ വയ്ക്കുന്ന ഇഷ്ടമല്ല. ഭയങ്കര സിമ്പിളായിരിക്കണം, ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കണം. കാരണം ഒരുപാട് തിങ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കുറഞ്ഞ പോലെയൊക്കെ തോന്നും. Bye. Hello. Now I'm just moving on to the kitchen because this is the last part of the day. കാരണം കിച്ചൺ ഞാൻ എപ്പോഴും ലാസ്റ്റാണ് ക്ലീൻ ചെയ്യാൻ വെക്കുള്ളൂ. കാരണം കിച്ചൺ ഞാൻ ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ടയേർഡാവും. ബട്ട് ഈ ഡീപ്പ് ക്ലീനിങ് ഐ എം ഡൂയിങ് വൺസ് ഇൻ എ മന്ത് ഓർ വൺസ് ഇൻ എ വൈൽ എന്നൊക്കെ പറയാം, അങ്ങനെയാണ് ചെയ്യാറുള്ളൂ. ബട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. ബിക്കോസ് വി ആർ എവറി ഡേ വി ആർ യൂസിങ് കിച്ചൺ. സോ നമ്മൾ ഈ ക്ലീൻഡ് ആയിട്ടുള്ള കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. ദെൻ ഞാൻ താഴെ വരെ പോയിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അതൊന്ന് കളക്ട് ആക്കിയിട്ട് വന്നു. ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കുറച്ച് ജേഴ്സി ഹിജാബ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം കുറച്ചുകൂടെ കഴിയിട്ട്, കാരണം കുറച്ചുകൂടെ പണി കിച്ചണിൽ പെൻഡിങ് ഉണ്ട്. സോ മേക്ക് ഷുവർ യു സ്റ്റേ ടിൽ ദ എൻഡ് to see the details. So I finally finished all the cleaning works and honestly I just feel so satisfied right now. ഒരു ഹോൾ ഡേ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പോയാലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞ് നമ്മുടെ വീട് ഭയങ്കര ക്ലീൻ ആയിട്ടൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, നൗ ഐ വിൽ ജസ്റ്റ് ഗിവ് യു ദ ഡീറ്റെയിൽസ് ഓഫ് ദ ജേഴ്സി ഹിജാബ്സ്. ഈ ജേഴ്സി ഹിജാബ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ വെയർ ചെയ്യാൻ. ബിക്കോസ് ഐ ജസ്റ്റ് ട്രൈഡ് വൺ ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ്സ് സൂപ്പർ കംഫർട്ടബിൾ ആൻഡ് ഈസി ടു വെയർ. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദറ്റ് ഔട്ട്. താങ്ക് യു. ഹലോ, ഫേവറേറ്റ് സാധനം എന്താ അറിയാം? ഇപ്പൊ സമയം 5 o'clock ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിയുന്നതാ ഇപ്പോഴാണ്. സോ ഹാല ഉറങ്ങി, ഇനി എനിക്ക് കുളിക്കണം, ഇനി ഫുൾ റെസ്റ്റ് എടുക്കുള്ളൂ, ഇനി വേറെ ഒന്നും ചെയ്യൊന്നുമില്ല.
ആഫ്റ്റർ എ ലോങ് പ്രൊഡക്റ്റീവ് ഡേ ഞാനൊരു നൈസ് ബാത്തൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇന്ന് നൈസ് ബാത്തൊക്കെ എടുത്ത് വന്നപ്പോൾ ആല ഉറങ്ങി എഴുന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ അവൾക്ക് കുറച്ച് ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന്. സോ അതുകൊണ്ട് അവൾ ഭയങ്കര ടയേർഡാണ്. അതാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ കാണിക്കാഞ്ഞത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു ക്വിക്ക് ബെഡ് റീഅറേഞ്ച്മെൻറ്റ്. അവൾ ഉറങ്ങി എഴുന്നേറ്റത് കൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. കുളിച്ച് ഫ്രഷായി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റെസ്റ്റിംഗ് ടൈമാണ്. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാമെന്ന്, ചുമ്മാ ഒരു ചായയൊക്കെ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഇത്ര നേരം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ ആലയും. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ചായം, കാരണം ഞാൻ ഇന്ന് ലഞ്ചൊന്നും ഇവിടെ പ്രിപ്പയർ ആക്കിയില്ല. ലഞ്ചെന്ന് പറയാൻ ഞാൻ കഴിച്ചത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ടീയും സ്നാക്സൊക്കെ കഴിച്ചപ്പോൾ അത്ര വിശക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ടീ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കിങ്ങനെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലേറ്റ് നൈറ്റ് ആയാലും ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ പോകുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷെ ഒരു രസമാണ്. നമ്മളിങ്ങനെ എപ്പോഴും വീട്ടിൽ തന്നെ, എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഫാൻസി റെസ്റ്റോറൻറ്റ്സിലും മാൾസിലും ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പണികളൊക്കെ തീർന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് ഒരു ചെറുതായിട്ട് ഇങ്ങനെ ചായക്ക് കുടിക്കാനായിട്ട് പോകാറുണ്ട്. ആൻഡ് ദാറ്റ്സ് ഹൗ എ ബ്യൂട്ടിഫുൾ ഡേ എൻഡ്സ്. ബട്ട് ഹോണസ്റ്റ്ലി എനിക്ക് ഇന്നത്തെ ഒരു ദിവസം നന്നായിട്ട് ഞാൻ യൂസ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ബിക്കോസ് എപ്പോഴും ഇങ്ങനെ ഓഫ് ഡേയ്സ് ഒക്കെ കിട്ടുമ്പോൾ കൂടുതലും സോഫയിൽ പോയിരുന്ന് ഹലയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം സോഫയിൽ പോയിരുന്ന് ഫോൺ നോക്കാനും സ്ക്രോൾ ചെയ്യാനും മാത്രമായിട്ട് പോകാറുണ്ട്. ബട്ട് ടുഡേ ഐ തിങ്ക് ഐ ജസ്റ്റ് യൂസ് ദിസ് ഡേ വെരി വെൽ. സോ ദാറ്റ്സ് ഇറ്റ്. സോ സ്റ്റേ ട്യൂൺ ഫോർ more random day in my life vlogs and subscribe if you haven't already. അടുത്ത വീഡിയോയിൽ കാണാം. Until then, take care and bye bye.